നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം ശത്രുശല്യം നമുക്ക് സ്വയം ഇല്ലാതാക്കാം എന്ന വിഷയമാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. അതായത് നിങ്ങൾക്ക് ശത്രുശല്യമുണ്ടോ? ശത്രുശല്യമുണ്ടെങ്കിൽ നമുക്കത് സ്വയം ഇല്ലാതാക്കാം. ഇന്ന് പലർക്കും പല വിധത്തില് ശത്രു ശല്യം എന്ന ഒരു വിഷയം പലർക്കും പ്രശ്നമാണ്. അത് പലരും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, ശത്രുദോഷത്തിന് എന്താണ് പരിഹാരം, അതിനുള്ളൊരു വീഡിയോ ഇടണം എന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിലാണ് ഈ വീഡിയോ കൂടുതലും ഞാൻ ഇടുന്നത്. അപ്പൊ ശത്രുശല്യത്തിന് വേണ്ടി, ശത്രുദോഷത്തിന് നമുക്ക് കൂടോത്രത്തിന്റെയും മന്ത്രവാദത്തിന്റെയും പിന്നാലെ നമ്മൾ പോകരുത്. അപ്പൊ ശത്രുദോഷം മാറ്റാൻ വേണ്ടി നമ്മൾ കൂടോത്രവും മന്ത്രവാദവും ചെയ്ത് കാശ് കളയണ്ട. അത് അങ്ങനെ നിങ്ങൾ ചെയ്താൽ അത് ഗുണത്തേക്കാൾ ഏറെ നിങ്ങൾക്ക് ദോഷമായി തന്നെ സംഭവിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് തന്നെ സ്വയം ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്, അത് ചെയ്താൽ മതി. പല വിധത്തിൽ ശത്രുത ഇന്ന് നാട്ടിലുണ്ട്, ഇല്ലേ? അതായത് സഹോദരന്മാരുമായിട്ട് പോലും ഇന്ന് ശത്രുത ഉള്ളവരാണ്. അയൽക്കാര് തമ്മിൽ ശത്രുതയുണ്ട്, ജോലി സ്ഥലത്ത് ജോലിക്കാര് തമ്മിൽ ശത്രുതയുണ്ട്, ഇല്ലേ? കുടുംബാംഗങ്ങൾ തമ്മിൽ ശത്രുത വരാം. ഒരു ചേട്ടനനിയന്മാര് മക്കള് തമ്മിൽ ശത്രുത വരാം. അങ്ങനെ ഇത്ര ആൾക്കാർ, ഇല്ലേ? എവിടെ നോക്കിയാലും പലർക്കും പല വിധത്തിലുള്ള ശത്രുദോഷങ്ങൾ കാണാവുന്നതാണ്. പലർക്കും അത് കൂടുതലും അവരുടെ തോന്നലായിരിക്കാം. കാരണം എനിക്ക് ശത്രുദോഷമുണ്ട്, എനിക്ക് ഇങ്ങനെയൊക്കെ വരുന്നത് ശത്രുദോഷം കൊണ്ടാണെന്നുള്ള തോന്നലും ഉണ്ടാവും ചിലവർക്ക്. അന്ന് എല്ലാത്തിനും കൂടിയുള്ള ഒരു പരിഹാര കർമ്മങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പൊ ഇത് നമുക്ക് സ്വയം ചെയ്യാവുന്ന ചില കാര്യങ്ങളാണ്. ഇതിനു വേണ്ടി നമുക്ക് കാശ് വരെ മുടക്കി പോകുകയൊന്നും വേണ്ട. അപ്പൊ മനഃശുദ്ധിയോടെ ഭക്തിയോടെ ചെയ്താൽ ഇതിന് ഫലം ഉറപ്പാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അത് ദൈവാനുഗ്രഹം ആയി ചെയ്യണം. അത് ദൈവത്തിന്റെ ആനുകൂല്യം നമുക്ക് കിട്ടണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക്. അപ്പൊ അതിനു വേണ്ടി ദൈവത്തിങ്കൽ ചെയ്യാവുന്ന ചില വഴിപാടുകൾ, അതുകൂടാതെ നമ്മൾക്ക് സ്വയം ചെയ്യാവുന്ന ചില വഴിപാടുകൾ അല്ലെങ്കിൽ പ്രാർത്ഥനകളാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾക്ക് ശത്രുദോഷം ഇല്ലാതിരിക്കാൻ വേണ്ടി ചെയ്യാവുന്ന വഴിപാടുകൾ? എന്തൊക്കെയാണ്? ക്ഷേത്രത്തിൽ പോണം, അല്ലാതെ പറ്റില്ല. അല്ലാതെ വീട്ടിലിരുന്ന് നമുക്ക് ശത്രുവിനെ കളയാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടന്നില്ല എന്ന് വരും. എന്ത് കാര്യത്തിനും ഒരു ദൈവാധീനം വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി സുദർശന പുഷ്പാഞ്ജലി നടത്തുന്നത് വളരെ നല്ലതാണ്. അതായത് കൃഷ്ണനോ വിഷ്ണുവിനോ ചെയ്യാവുന്ന ഒരു പുഷ്പാഞ്ജലിയാണ് സുദർശന പുഷ്പാഞ്ജലി. വളരെ നല്ലതാണ്. ഈ സുദർശന പുഷ്പാഞ്ജലി ആയുസ്സിനും നല്ലതാണ്, ആരോഗ്യത്തിനും നല്ലതാണ്. അതോടൊപ്പം തന്നെ ശത്രുദോഷത്തിനും വളരെ നല്ലതാണ് ഈ സുദർശന പുഷ്പാഞ്ജലി. സന്ധ്യാസമയത്ത്, അതുകൂടാതെ സന്ധ്യാസമയത്ത് വീട്ടിൽ ലളിത സഹസ്രനാമം ചൊല്ലിയാൽ ഒരുവിധമുള്ള ശത്രുക്കളൊന്നും നമ്മളിൽ അടുക്കില്ല. അവരെല്ലാം നമ്മളിൽ നിന്ന് വിട്ടുപോകും. അതായത് സന്ധ്യാസമയത്ത് ലളിത സഹസ്രനാമം ചൊല്ലിയാൽ. ഇനി അതുമല്ലെങ്കിൽ ഓം നമോ നാരായണ എന്ന് 108 പ്രാവശ്യം ഒന്ന് ചൊല്ലാം. ഓം നമോ നാരായണ എന്ന് 108 പ്രാവശ്യം ചൊല്ലാം. അത് അല്ലെങ്കിൽ ഓം നമഃശിവായ എന്ന് 108 പ്രാവശ്യം മനസ്സിരുത്തി ഒന്ന് ചൊല്ലാം. ഒരുവിധമുള്ള ശത്രുദോഷങ്ങളും ബാധഭൂത പിശാചികളൊന്നും നമ്മളിലേക്ക് അടുക്കില്ല. ഇത് ചെയ്താൽ മനസ്സിരുത്തി ചൊല്ലണം. അതുകൂടാതെ ഇനി ഭദ്രകാളിക്ക്
രക്തപുഷ്പാഞ്ജലിയോ കാളി സൂക്ത പുഷ്പാഞ്ജലിയോ 7 വെള്ളിയാഴ്ച അടുപ്പിച്ച് ചെയ്യാം. അതായത് ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലി അല്ലെങ്കിൽ കാളി സൂക്ത പുഷ്പാഞ്ജലി 7 വെള്ളിയാഴ്ച അടുപ്പിച്ച് ചെയ്യാം ഭദ്രകാളി ക്ഷേത്രത്തിൽ. അതുകൂടാതെ ഒരു വെള്ളിയാഴ്ച അമ്മക്ക് കടും പായസവും നിവേദിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ എന്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഒന്ന് ലൈക്ക് ചെയ്യണമെന്നും ഈ സമയത്ത് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇനി ഇതുകൂടാതെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ശത്രുദോഷം ഒഴിവാക്കാൻ നമ്മൾക്ക് തന്നെ ചെയ്യാവുന്ന പല കാര്യങ്ങളുണ്ട്. ഇതുകൂടാതെ ശിവന് മൃത്യുഞ്ജയ ഹോമം, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവ നടത്തുന്നത് ആയുസ്സിനും ആരോഗ്യത്തിനും ശത്രുഭയം തീരാനും വളരെ നല്ലതാണ്. അതെന്ന് ചെയ്യണം? ശിവന് മൃത്യുഞ്ജയ ഹോമം അല്ലെങ്കിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ഇത് ചെയ്താൽ ഞാൻ പറഞ്ഞല്ലോ, ആയുസ്സിനും ആരോഗ്യത്തിനും അതുപോലെ ശത്രുക്കളിൽ നിന്നുള്ള ദോഷം തീരുന്നതിനും ശത്രുഭയം തീരുന്നതിനുമൊക്കെ നല്ലതാണ്. അത് ഞായറാഴ്ച ദിവസങ്ങളിൽ ശിവന് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. ഞായറാഴ്ച ദിവസങ്ങളിൽ. അതുകൂടാതെ ശിവന് അഘോരമന്ത്ര പുഷ്പാഞ്ജലി നടത്തുന്നതും വളരെ നല്ലതാണ്. നല്ല കടുത്ത ശത്രുദോഷം ഉണ്ടെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി കേട്ടോ. വെറുതെ ഓടിച്ചെന്നുകൊണ്ടും ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു ഉടനെ തന്നെ അവൻ എന്റെ ശത്രുവാണ് എന്ന് കരുതി പോയി അവന് അഘോരമന്ത്ര പുഷ്പാഞ്ജലി ചെയ്താൽ ഇതൊക്കെ അവനവന്റെ പേരിൽ നാളിലാണ്ട ചെയ്യണ്ട. അല്ലാണ്ട് ശത്രുവിന്റെ പേരിൽ നാളിലൊന്നുമല്ല, അവനവന്റെ പേരിൽ നാളിലും ചെയ്യണം. ഓരോരുത്തർക്കും അവർക്കുണ്ടാവുന്ന ശത്രുശല്യമല്ലേ മാറിക്കിട്ടേണ്ടത്. അപ്പൊ അവനവന്റെ പേരിൽ ചെയ്യണം. അപ്പോ ഈ അഘോരമന്ത്ര പുഷ്പാഞ്ജലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല കടുത്ത ശത്രുദോഷം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ചെയ്യരുത്. അതും കൂടി ഞാൻ പറയാം. അപ്പോൾ എല്ലാ ശിവക്ഷേത്രത്തിലും ഈ അഘോരമന്ത്ര പുഷ്പാഞ്ജലി ചെയ്തെന്ന് വരില്ലട്ടാ. അഘോരഭാവത്തിലിരിക്കുന്ന ശിവന്റെ ക്ഷേത്രത്തിലാ അത് ചെയ്യാൻ പാടുള്ളൂ. എന്നാലേ കൂടുതൽ ഫലം കിട്ടുള്ളൂ. അഘോരമന്ത്ര പുഷ്പാഞ്ജലി അഘോരഭാവത്തിലിരിക്കുന്ന ശിവന്റെ ക്ഷേത്രത്തിൽ ചെയ്യണം. തീർച്ചയായിട്ടും എത്ര കടുത്ത ശത്രുവാണെങ്കിലും നമ്മളിൽ നിന്നും അകന്നു പോകും. ഇത് ഒരെണ്ണം ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. ഒരു 7 ആഴ്ചയെങ്കിലും അടുപ്പിച്ച് ചെയ്യണം. അതായത് 7 ഞായറാഴ്ച അല്ലെങ്കിൽ 7 തിങ്കളാഴ്ച ചെയ്യാം. അപ്പോൾ ഏറ്റുമാനൂരപ്പൻ അഘോരമൂർത്തിയാണ്. ഏറ്റുമാനൂര് ചെയ്യാം നിങ്ങൾ. അല്ലെങ്കിൽ അഘോരഭാവത്തിലിരിക്കുന്ന ശിവക്ഷേത്രം ഏതാണെന്ന് കണ്ടെത്തി അവിടെ ചെയ്യാവുന്നതുമാണ്. അപ്പൊ അഘോരഭാവത്തിലിരിക്കുന്ന ശിവക്ഷേത്രത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അതായത് നല്ല ശത്രുദോഷം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാം. അപ്പൊ ഞായറാഴ്ച ചെയ്യാം അല്ലെങ്കിൽ തിങ്കളാഴ്ച ചെയ്യാം. ഒരു ഞായറാഴ്ച ഭഗവാന് പാൽപ്പായസം നിവേദിക്കുന്നതും നല്ലതാണ്. ഇവിടെ ശത്രുദോഷം മാറുന്നതിനുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. പല കാര്യങ്ങളും ഞാനിപ്പോ വീണ്ടും ഇത് ആവർത്തിക്കുന്നില്ല എന്ന് മാത്രം. അതുകൂടാതെ അഘോരമന്ത്രം ജപിച്ച് ഭസ്മം വാങ്ങി തൊടുന്നതും ശത്രുദോഷം അകലാൻ നല്ലതാണ്. അതായത് അഘോര ഭാവത്തിലിരിക്കുന്ന ശിവക്ഷേത്രത്തില് അഘോരമന്ത്രം ജപിച്ച് ഭസ്മം വാങ്ങി തൊടുന്നതും വളരെ നല്ലതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്റെ ക്ഷേത്രത്തിൽ കയറി നിങ്ങൾക്ക് വഴിപാട് നടത്താൻ പറ്റൂല. അത് ശാന്തിനെ കൊണ്ട് തന്നെ ചെയ്യിക്കണം. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന കാര്യമാണെങ്കിൽ വീട്ടിലിരുന്ന് ചെയ്യാം. ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന കാര്യമാണെങ്കിൽ ക്ഷേത്രത്തിൽ ചെയ്യാം. അല്ലാതെ കൂടോത്രത്തിനും മന്ത്രവാദത്തിന്റെയും പുറകെ പോകേണ്ട കാര്യമില്ല. ഒരു കൂടോത്രവും ഒരു മന്ത്രവാദവും ചെയ്യണ്ടാവും. അതിനായി 1 രൂപ പോലും നിങ്ങൾ ചെലവാക്കുകയും വേണ്ട. ഇങ്ങനെയൊക്കെ ചെയ്താൽ, ഞാൻ ഈ പറഞ്ഞ വിധത്തിൽ കാര്യങ്ങൾ ചെയ്താൽ ശത്രുദോഷം തന്നെ ഒഴിഞ്ഞു പോകും. ഒരു കുഴപ്പമില്ല.
നിങ്ങൾക്കൊരു കുഴപ്പവും പറ്റില്ല, ശത്രു തന്നെ ഒഴിഞ്ഞു. നിങ്ങളിത് ആത്മാർത്ഥമായി മനസ്സിരുത്തി ചെയ്യണം എന്ന് മാത്രം. അപ്പൊ ശത്രുദോഷം നമുക്ക് സ്വയം ഇല്ലാതാക്കാം എന്ന ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.